പാചകവാതക പ്രതിസന്ധിയിൽപ്പെട്ട് നെട്ടോട്ടമോടുന്നു ജനം എന്ന് പറയാതെ വയ്യ. സിലിണ്ടറുകൾ കിട്ടാതായതോടെ പല ഹോട്ടലുകളും അടച്ചുപൂട്ടിക്കഴിഞ്ഞു. ആശങ്ക അകറ്റാൻ ബദൽ മാർഗങ്ങൾ തേടുന്ന സാഹചര്യത്തിൽ ട്രെൻഡിംഗ് ആയി മാറുന്നുണ്ട് ഇപ്പോൾ റോക്കറ്റ് അടുപ്പ്. എന്താണ് ഈ റോക്കറ്റ് അടുപ്പ് എന്ന് നമുക്ക് നോക്കാം. കൊച്ചിയിൽ നിന്ന് സൂര്യശ്രീ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അത് കൃത്യമായി പറയുന്നു. പാചകത്തിനും വിൽപ്പനയിലും റോക്കറ്റ് വേഗം. യുദ്ധം അടുക്കളയിലെ ആദിയായി മാറുന്ന കാലം, പാചകവാതകം കിട്ടാക്കനിയാകുന്ന സാഹചര്യം, അന്നം മുട്ടാതിരിക്കാൻ ബദൽ മാർഗങ്ങൾ തേടുന്നവർക്കായി ദാ ഇവിടെയുണ്ട് ഒരു നല്ല മാതൃക. കുറച്ച് ദിവസങ്ങളായി ഓരോ വീട്ടിലും ഉയരുന്ന ഏറ്റവും വലിയ ആശങ്കയാണ് പാചകവാതക ക്ഷാമം. പാചകവാതക സിലിണ്ടറിന് ബദൽ മാർഗങ്ങൾ എന്തെല്ലാമെന്ന് തേടിപ്പോകുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ഇൻഡക്ഷൻ കുക്കർ, വിറകടുപ്പ് എന്നിങ്ങനെ പലവിധ മാർഗങ്ങളിൽ ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് റോക്കറ്റ് അടുപ്പ്. സംഗതി നമ്മുടെ പഴയ വിറകടുപ്പ് തന്നെയാണ്. പക്ഷേ കെട്ടിലും മട്ടിലും വലിയ മാറ്റമുണ്ട്. ചിരട്ട, വിറക് എന്നിവ ഉപയോഗിച്ചാണ് അടുപ്പിന്റെ പ്രവർത്തനം. അടുപ്പിന്റെ താഴ്ഭാഗം തുറന്ന് വിറക് അല്ലെങ്കിൽ ചിരട്ട ഉപയോഗിച്ച് കത്തിക്കാം. വിറക് ഉപയോഗിച്ച് വായുമർദ്ദത്തിൽ ഉയർന്ന താപനില ലഭിക്കുന്ന റോക്കറ്റ് അടുപ്പുകൾ സ്ഥാപിച്ചതിന്റെ ഗുണം ഇന്ന് ഇടത്തരം ഹോട്ടലുകൾക്ക് വലിയ ആശ്വാസമായി മാറിയിരിക്കുന്നു. ഞങ്ങൾ വിറകടുപ്പ് ഉപയോഗിക്കുന്നത് ഓൾമോസ്റ്റ് 70% വിറകടുപ്പാണ് 2 വർഷമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കണം. ഇപ്പോൾ 100% ഹോട്ടൽ തുറക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. വിറകടുപ്പാണ് ഉപയോഗിക്കുന്നത്. റോക്കറ്റ് അടുപ്പ് എന്ന് പറയും. അപ്പോൾ എല്ലാ ദിവസവും 8,000 രൂപ 9,000 രൂപ ഇതിന് അയച്ചു കൊടുക്കണം ഗ്യാസിന്. അപ്പോൾ ചില ദിവസമൊക്കെ ബുദ്ധിമുട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അതിന് നിന്ന് എങ്ങനെ മോചനം കണ്ടെത്താൻ പറ്റുമെന്നും പറഞ്ഞ് കോയമ്പത്തൂർ പോയിട്ട് കണ്ടുപിടിച്ചാണ് ഞാനത്. കത്തിക്കഴിഞ്ഞ് ചാരം എന്തു ചെയ്യും എന്നതിനെപ്പറ്റിയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അടുപ്പിന്റെ താഴെ ചാരം ശേഖരിക്കാനായി ഒരു അറയുണ്ട്. അതിൽ നിന്ന് പാചകം കഴിഞ്ഞതിന് ശേഷം ചാരം കളയാം. പാചകം ചെയ്യാൻ എളുപ്പമാണെന്ന് തൊഴിൽ നഷ്ടമാകാത്ത ആശ്വാസം മുറുകെ പിടിച്ച് ജീവനക്കാരും പറയുന്നു. കുറച്ചു നേരം ആദ്യം ഒരു കത്ത് പിടിക്കുന്ന ഒരു ഇച്ചിരി പുകയുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ചൂട് കുറവാണ്. 3 ബർണറിന്റെ ചൂടില്ല. അത് കാസ്റ്റേൺ ആയ കാരണം ഞങ്ങളുടെ മുതലാളി ശരിക്കും ഈ സാധനം ബുദ്ധിപരമായിട്ട് അത് എടുത്തതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ജോലിയുണ്ട്. ഇല്ലെങ്കിൽ ഇതും പൂട്ടിയിടേണ്ട ഒരു അവസ്ഥ വന്നേ. ചെറിയ ആവശ്യങ്ങൾ മുതൽ വലിയ തോതിൽ പാചകം ചെയ്യുന്നതിനാവശ്യമായ റോക്കറ്റ് അടുപ്പുകൾ വരെയുണ്ട്. പേര് പോലെ തന്നെ റോക്കറ്റ് പോലെ വിറ്റഴിയുകയാണ് റോക്കറ്റ് അടുപ്പുകൾ. എന്നാൽ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് അടുപ്പിനും വിറകിനും വിലയും ഉയരുന്നുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. പ്രതിസന്ധികൾ തരണം ചെയ്തേ മതിയാകൂ. യുദ്ധത്തിന്റെ ഗ്യാസ് ട്രബിളിൽപ്പെട്ട് അതിജീവനത്തിന്റെ തീയണയാതിരിക്കാൻ നമുക്ക് ഇത്തരം നല്ല മാർഗങ്ങൾ മാതൃകയാക്കാം. ക്യാമറമാൻ സ്വാതി കൃഷ്ണയ്ക്കൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.